എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായ പഴക്കമേറിയ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കക്കുടി ഗുഹാക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് കവിയൂരാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒറ്റപ്പാറയിൽ നിർമ്മിതമായ ഈ ശിവക്ഷേത്രം പുരാവസ്തു പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണ്. ഭക്തരെ കൂടാതെ നിരവധി സഞ്ചാരികളും ചരിത്രകാരന്മാരും ഗവേഷക വിദ്യാർത്ഥികളുമൊക്കെ ഇവിടെ എത്താറുണ്ട്. AD 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ഗുഹാക്ഷേത്രത്തിന് പല്ലവ നിർമ്മിതികളിൽപ്പെട്ട രഥങ്ങളോട് സാമ്യമുണ്ട്. പല്ലവ വാസ്തുവിദ്യയിൽ പർവ്വതമുഖങ്ങളിൽ നിന്ന് വെട്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തൂണുകളുള്ള മണ്ഡപങ്ങൾ ഉണ്ട്. അവയ്ക്കൊപ്പം ഏകശിലാക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഏകശിലാ ക്ഷേത്രങ്ങളാണ് രഥങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. 2 പാറക്കെട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ഒന്നിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ സംരക്ഷണ ചുമതല പുരാവസ്തു വകുപ്പിനാണ്. തൃക്കക്കുടി ഗുഹാക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ നിർമ്മിതിക്ക് 1000 വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. പുറമേ നിന്ന് പടികൾ കയറിയെത്തിയാൽ പ്രവേശിക്കുന്നത് അർദ്ധമണ്ഡപത്തിലേക്കാണ്. ഇവിടെ പല്ലവ മാതൃകയിലുള്ള തൂണുകൾ നമുക്ക് കാണാം. ശ്രീകോവിൽ അഥവാ ഗർഭഗൃഹവും അതിൻ്റെ മധ്യത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വലിയ ശിവലിംഗവുമൊക്കെ നമുക്ക് ദൃശ്യമാണ്. ഗർഭഗൃഹത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശങ്ങളിലുമായി ദ്വാരപാലകന്മാരുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. വടക്കേ ചുവരിൽ ഗണപതിയും തെക്കേ ചുവരിൽ മുനിയുടെ ശില്പവുമാണ്. ഇവ പല്ലവ മാതൃകകളോട് സമാനതകളുള്ളവയാണ്. ഈ ക്ഷേത്രം പാണ്ഡവന്മാരുടെ വനവാസകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് ഐതിഹ്യം പറയുന്നു. ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ നമുക്ക് ക്ഷേത്രക്കുളം കാണാവുന്നതാണ്. 2 പാറകൾക്കിടയിലായി ജലം ശേഖരിച്ചെടുക്കുന്ന സംവിധാനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പാറയുടെ താഴെയുള്ള വഴിയിലൂടെ നമുക്ക് പാറയ്ക്ക് മുകളിലേക്ക് കയറുവാനായിട്ട് സാധിക്കും. പാറമുകളിലേക്കുള്ള വഴി അത്ര സുഗമമല്ല. എന്നിരുന്നാൽ കൂടി
പാറ മുകളിൽ നിന്നും ഈ പ്രദേശത്തിൻ്റെ വിശാലമായൊരു കാഴ്ച നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള നമ്മുടെ ഈ ഗുഹാക്ഷേത്രം തിങ്കളാഴ്ച ദിവസം അവധിയാണ്. രാവിലെ വെയിൽ ഒരുപാട് വരുന്നതിന് മുൻപോ അതുപോലെ തന്നെ വൈകുന്നേരം ഇരുട്ടാവുന്നതിന് മുൻപോ ഒക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു പാറ മുകളിലേക്കൊക്കെ പോകുവാനും കാഴ്ചകൾ ആസ്വദിക്കാനുമൊക്കെ നല്ലത്. കാലം മായ്ക്കാത്ത കവിതയായി വാസ്തുശില്പകലയുടെ പരമോന്നതയിൽ നിന്നുകൊണ്ട് ഈ മനോഹര ഗുഹാക്ഷേത്രം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.